ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 7:30 7:45 ഹർഷുമായി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കൊതി തോന്നിയത്. നല്ല മീൻ വാങ്ങിയിട്ട് പുളി മുളകൂട്ടി അതേപോലെ വറുത്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാലോ എന്ന്. അങ്ങനെ ഓഫീസിലുള്ള ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറയുന്നത് വേഗം മാറ്റിക്കോന്ന്. അങ്ങനെ ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടോ. പക്ഷെ പെട്ടെന്ന് മാറ്റിയാൽ ആൾ വേഗമൊന്നും വരില്ല. അരമണിക്കൂർ 3/4 ഞങ്ങൾ പോസ്റ്റാക്കിയതിന് ശേഷം ആൾ വരുള്ളൂ. ഇന്നും അതുപോലെ തന്നെ ഏട്ടൻ വന്നിട്ടുള്ള പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ വേഗം തന്നെ മീൻ വാങ്ങാൻ വേണ്ടി പോയി. അവിടെ നല്ല അടിപൊളി മീനുകളുണ്ട് കേട്ടോ. നല്ല കോരയും പിലോപ്പിയും അതുപോലെ ആനച്ചവിട്ടിയും അങ്ങനെ കുറേ മീനുകളുണ്ട്. കൂട്ടത്തിൽ കുറച്ച് വില കുറവുള്ള മീൻ മത്തിയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മത്തി അങ്ങ് വാങ്ങി. അങ്ങനെ മീനൊക്കെ വാങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുറച്ചധികം തന്നെ ലൈറ്റായിട്ടോ. പിന്നെ കറിയൊക്കെ വെക്കാനുള്ള മൂഡ് പോയി. അങ്ങനെ പിറ്റേ ദിവസമായിട്ടാണ് മീൻ ക്ലീൻ ചെയ്ത് കറി വെക്കാൻ പോകുന്നത്. അങ്ങനെ 2 കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, നല്ലോണം കറിവേപ്പിലയൊക്കെ ഇട്ടു. മീൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത അടുപ്പിൽ നമ്മൾ കറിയും കൂടെ സെറ്റാക്കുകയാണ്. മൺചട്ടിയിലാണ് കേട്ടോ മീൻ കറി വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ചാൽ തന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക അല്ലേ. അങ്ങനെ ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, നിറയെ കറിവേപ്പില ഇട്ടു. പിന്നെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു മാങ്ങ, നല്ല പുളിയുള്ള ഒരു മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു നല്ലോണം തിളപ്പിച്ചതിന് ശേഷം മത്തിയും കൂടെ ആഡ് ചെയ്തു. നല്ലോണം കുക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മളെ മീൻ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. ഇത് നല്ല കപ്പയ്ക്കും അതുപോലെ തന്നെ ചക്കയ്ക്കൊക്കെ, ചക്കപ്പുഴുക്കിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കെന്തായാലും അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ചോറിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. ചോറും ക്യാരറ്റ് ഉപ്പേരിയും മീൻ പൊരിച്ചതും മാങ്ങ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ ഉച്ചയൂണ് കഴിച്ച്. നമ്മൾ ഈ കറി നാളത്തേക്കാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക. നല്ല പുളിയും മുളകൊക്കെ പിടിച്ചങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാവും. മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ